ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും കാര്യങ്ങളും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔട്ട് ഗോയിങ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആദ്യ ഇൻകമിങ് വന്നു. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടിനെഗ്രോ താരമായ അതും ഫോറിൻ പ്ലെയർ ദുസാൻ ലഗാറ്റർ എന്ന് പറഞ്ഞുള്ള മിഡ്ഫീൽഡർ ആൻഡ് സെൻറ്റർ ബാക്കായി കളിക്കാൻ കഴിയുന്ന പ്ലെയറിനെ നമ്മൾ ഇന്നലെ എത്തിച്ചു. അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മളതിൽ നിന്ന് ആരെ ഫോറിൻ പ്ലെയർ കൊയ്ഫാണ് പോകുകയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല, ഉടനെ കൺഫേം ആകും. അപ്പോൾ അങ്ങനെ ആദ്യം സൈനിങ് വന്നു. എന്നാൽ അതിനനുസരിച്ച് 5 ഔട്ട് ഗോയിങ്സ് ഒപ്പം ഈ സൈനിങ് വന്നതോടുകൂടി ഇന്നിപ്പോൾ അതാ മറ്റൊരു ഔട്ട് ഗോയിങ്സ് കൂടി നടന്നിരിക്കുകയാണ്. 6 പ്ലേയേഴ്സ് ഇപ്പോൾ പുറത്തു പോയി. ഒരു പ്ലെയറാണ് ഇങ്ങോട്ട് വന്നത്. ബ്രൈസ് മിറാണ്ട ഇസ് ലോൺഡ് ഔട്ട് ഇന്റർ കാശി. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആശിഷ് നേഗി, കെല്ലോവിൻ്റെ റിപ്പോർട്ടർ ആശിഷ് നേഗിൻ്റെ ലൈവ് കാര്യങ്ങൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ദുസാൻ ലഗറ്ററിനെ പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ കൂടി ഈ വിൻഡോയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ആര് പുറത്തു പോവും, ഏത് പൊസിഷനിലേക്ക്? ഇനി ഇപ്പോൾ ചാൻസ് കാണുന്നത് പെപ്രയാണ്. അപ്പോൾ പെപ്രയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ ക്വാമെ പെപ്രയ്ക്ക് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ സീസണിൽ കോൺട്രാക്റ്റ് കഴിയാണ്. എന്നാൽ പുള്ളിയുടെ ആ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഇരിക്കുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ക്ലോസ് ഉണ്ട്, അനദർ 1 or 2 ഇയർ. അപ്പോൾ അതെന്ന് വെച്ചാൽ താരത്തിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. അപ്പോൾ പെർഫോമൻസ് ഈസ് 4 ഗോളൊക്കെ അടിച്ചിട്ട് എങ്ങനെ അറിയില്ല, ആ സംഭവം എങ്ങനെ അറിയില്ല, പെർഫോമൻസ് എങ്ങനെയാണ് അളക്കുന്നത് അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ സാലറിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു 1 or 2 ഇയർ കോൺട്രാക്റ്റ് താരത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രീസ് ആവും. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും പ്ലെയറിനെ റിലീസ് ചെയ്യുമോ? മിലൂസ് ഇനിയിപ്പോൾ കൊയ്ഫിനെ ആണെങ്കിൽ റിലീസ് ചെയ്യുന്ന മറ്റൊരു പ്ലെയറിനെ റിലീസ് ചെയ്യേണ്ടി വരും. എങ്ങനെയാലും പുതിയൊരു ഫോറിൻ പ്ലെയർ കൂടി ഈ വിൻ്ററിൽ അല്ല ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വരുമെന്നാണ് ഇപ്പോൾ ആശിഷിലേക്ക് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന്. വരുമോ അറിയില്ല. എങ്ങനെയാലും നമുക്ക് ഈ ഫോറിൻ പ്ലെയർ ഇപ്പോൾ വന്നു തന്നെ മതിയായിരിക്കും. എനിക്കിപ്പോൾ ഫോറിൻ പ്ലെയർ വേണമെന്നല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യൻ ഡൊമസ്റ്റിക് സൈനിങ്സാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഡിഫൻസിലേക്കൊക്കെ. അവിടെയൊക്കെ നമ്മൾ ആകെ പൊളിഞ്ഞെടുക്കും. റൈറ്റ് ബാക്കിൽ ഇപ്പോൾ ഉള്ള പ്രബീറിനെ കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ സന്ദീപാണ് മെയിൻ റൈറ്റ് ബാക്ക്. ഐബാൻ ലെഫ്റ്റാണ് റൈറ്റ് ബാക്കായി കളിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ റൈറ്റ് ബാക്കിലേക്കൊക്കെ എത്തിക്കുക. ഗോൾ കീപ്പിംഗ് പൊസിഷന്, റൈറ്റ് വിങ് പൊസിഷനിൽ ഒരു ബാക്കപ്പ് അവിടെ പയ്യനെയാണ് കളിപ്പിക്കുന്നത്, നമ്മുടെ കോറോൻ്റെ ഇത് കളിക്കുന്നതിൽ ഒരു ഫുൾ ടൈം കളിപ്പിച്ച് പുള്ളിയെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ല. 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാഹുലും പോയ സ്ഥിതിക്ക് അവിടെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ എത്തിക്കണം. അങ്ങനെയൊക്കെയാണ്, അവിടേക്കൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് സൈനിക വരേണ്ടത്. അപ്പോൾ വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ബിബിൻ സിംഗ് റൈറ്റ് വിങ്ങറാണ്. അപ്പോൾ പുള്ളിയുമായി ബന്ധപ്പെട്ട് മാഷിൻ്റെക്ക് പറഞ്ഞ് 5 കോടി എന്തോ 3 വർഷത്തെ കോൺട്രാക്റ്റിന് 5 കോടിയൊക്കെയാണ് താരം ഡിമാൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊക്കെ കുറച്ച് ഓവറാണെങ്കിൽ ബിബിൻ സിംഗിൽ അത്ര താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ്. എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബിബിൻ സിംഗ് ഒന്നും അത്ര പോരാ. അപ്പോൾ അതിനിടയിൽ വേറെ പ്ലേയേഴ്സ് നോക്കുന്നതാണ്. ഇറ്റ്സ് 3 ഇയർ 5 crore ഒക്കെ കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാൻ. ബൈ.